ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനത് മുൻപ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നോട്ടിഫിക്കേഷൻ വന്ന ദിവസം പിന്നെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം അതിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്തില്ലായിരുന്നു. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട്. അപ്പം ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ്ങിനായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കും PG ഉള്ളവർക്കും PG ഇല്ലാത്തവർക്കും BEd ഉള്ളവർക്കും BEd ഇല്ലാത്തവർക്കും സീറ്റ് ഉള്ളവർക്കും സീറ്റ് ഇല്ലാത്തവർക്കും ഒക്കെ വന്നിരിക്കുന്ന ടീച്ചിങ് നോൺ ടീച്ചിങ് വേക്കൻസീസ് ആണ് D++Bയുടെ ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് സെലക്ഷൻ ബോർഡ്, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ 2026 വേക്കൻസി നോട്ടിഫിക്കേഷനാണ്. 3/2026 16-ാം തീയതി വന്ന നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ആകാറായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. സമയമുണ്ട് 15/7/2026 ജൂലൈ 15-ാം തീയതി 11:59 PM വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ തുടക്കം മുതലേ പറയാം, എല്ലാവർക്കും എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പം NCT ഡൽഹി അല്ലേ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയിലേക്ക് വിളിക്കുന്ന പോസ്റ്റുകളാണ്. ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് 100 ആണ്. ഗേൾസിന് SC/STക്ക് PWBD അതായത് ദിവ്യാംഗനർ അവർക്കൊന്നും ഫീ ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം ഓർക്കുക. പിന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. പരീക്ഷ സ്വാഭാവികമായിട്ടും NCT ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി വിളിക്കുന്ന പോസ്റ്റ് ആയതുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കും എക്സാംസ് എന്ന് പറയുന്നത്, അവിടെ തന്നെ ആയിരിക്കും നിയമനം എന്ന് പറയുന്നത്. ഇന്ന് ഒരു ജോലി എവിടെയെങ്കിലും ഒരു ടീച്ചിങ്ങോ നോൺ ടീച്ചിങ്ങോ ഏത് പോസ്റ്റ് ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും കിട്ടുക എന്ന് പ്രാർത്ഥിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്നവരാണ് എല്ലാവരും. പിന്നെ നമ്മളെപ്പോഴും കേരള PSCയെ കുറ്റപ്പെടുത്തുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ ഒഴിവുകളുള്ള സ്ഥലത്തേക്ക്, വേക്കൻസി ഉള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോവുക, പഠിക്കാനായിട്ട് തയ്യാറാവുക. നിങ്ങളിവിടെ കേരള PSCയിൽ പഠിക്കുന്ന അത്രയും തന്നെ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഈ D++B എന്ന് പറയുന്ന ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് സെലക്ഷൻ ബോർഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒക്ടോബർ നവംബറിൽ വിളിക്കാൻ പോകുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് AES ആയിക്കോട്ടെ, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂൾ ആയിക്കോട്ടെ, സർവശിക്ഷ അഭിയാൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിലോടുകൂടി വീണ്ടും വിളിക്കാൻ പോകുന്ന KVNV ആയിക്കോട്ടെ, കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി, ഇതൊക്കെ ആയിക്കോട്ടെ. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കണം, ഹിന്ദി അറിയണം എന്നൊക്കെ ഉള്ള ഉത്കണ്ഠ കൊണ്ടാണ് പലരും ഇത് അപ്ലൈ ചെയ്യാതെയും പഠിക്കാതെയൊക്കെ ഇരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ വിചാരിക്കേണ്ട. അതൊക്കെ ഒരു തേർഡ് സ്റ്റേജ് അല്ലേ. നിങ്ങൾ ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുക, ഇതിനു വേണ്ടി പഠിക്കുക. ഇത് പഠിക്കാനൊന്നുമില്ല. ഇത് ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ സിംഗിൾ ടയർ എക്സാം ആണ്. അതായത് എക്സാം മാത്രമേ ഉള്ളൂ, ഇൻ്റർവ്യൂവും ഡെമോ ക്ലാസ്സും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ബാക്കി ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനും AESനും സമഗ്ര ശിക്ഷാ അഭിയാനും ഫസ്റ്റ് ടയറും ഉണ്ട്, സെക്കൻഡ് ടയറും ഉണ്ട്. ഫസ്റ്റ് ടയർ ജനറൽ ആയിരിക്കും. നിങ്ങളുടെ മാത്സും ഇംഗ്ലീഷും മലയാളവും GKയും ITയും കറണ്ട് അഫെയർസും മാത്സും റീസണിങ്ങും ഒക്കെയുള്ള ജനറൽ സെക്ഷൻ. പിന്നെ സെക്കൻഡ് ടയറിലേക്ക് വരുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രമുള്ള സെക്ഷനുമായിരിക്കും സെക്കൻഡ് ടയർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എക്സാം KVNVക്കും എന്താണ് 3 ടയർ എക്സാമാണ്. അതിൽ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ട്. ഇൻ്റർവ്യൂവും ഡെമോ സെക്ഷൻ കൂടെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് പഠിച്ച് എക്സാംസ് എഴുതാൻ നോക്കുക. ഫസ്റ്റ് ടയർ പാസ്സായി, അത് പഠിച്ചു, സെക്കൻഡ് ടയർ പാസ്സായി, പിന്നെ അല്ലേ ഇൻ്റർവ്യൂവും ഡെമോയൊക്കെ വരുന്നത്. അതൊക്കെ അപ്പോഴും നോക്കിയാൽ പോരെ. നമ്മൾ എവിടെയാണോ വേക്കൻസി ഉള്ളത്, നമ്മൾ ഒരു വേക്കൻസിക്ക് അപേക്ഷിക്കണോ 1000 വേക്കൻസിക്ക് അപേക്ഷിക്കണോ നോക്കിയാൽ മതി. ഓക്കെ, അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ തരാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഒക്ടോബർ നവംബർ മാസമാകുമ്പോഴത്തേക്ക്, ഒക്ടോബർ ലാസ്റ്റോട് കൂടി നമ്മുടെ EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂളും സർവശിക്ഷ അഭിയാനൊക്കെ വിളിക്കും. ഏകദേശം 22,000-ഓളം വേക്കൻസീസ് വരുന്ന പോസ്റ്റുകളാണ് എല്ലാ സബ്ജക്റ്റുകളിലേക്കും. അത് TGT PGT PRT. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ലോങ് ടേം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യില്ല, അതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഇനിയും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ഇപ്പോൾ നമ്മളൊരു 50% ഓഫറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സീറ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സീറ്റിന് എഴുതി പാസ്സാകണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വരാൻ പോകുന്ന EMRSും AESും ഈ സമഗ്ര ശിക്ഷയും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന KVNVയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. 2 മാസം നമുക്ക് പഠിക്കാനുണ്ട്. 2 മാസം മതി, ധാരാളമാണ്. സിമ്പിളായിട്ടുള്ള സിലബസ് ആണ്. നിങ്ങൾ ഒരുപാട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്തെടുത്ത് പഠിച്ചാൽ മാത്രം മതി. NCERTയിൽ 5 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ് CTETൽ വരുന്നത്. അപ്പോൾ അതിൻ്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്.
ഓക്കെ. കൂടാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. താഴെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യുക. കമൻറ്റ് സെക്ഷൻ ചിലപ്പോൾ ഓഫ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുന്നുള്ളൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് മാക്സിമം എത്താവുന്നവരിലേക്ക് എത്തട്ടെ. ഓക്കെ, ഒരു ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നവരിലേക്ക് അത് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. നമുക്ക് ഇനി നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇവിടെ ഞാൻ നോട്ടിഫിക്കേഷനിൽ എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഓരോ പോസ്റ്റുകളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഫീസ് അടയ്ക്കണം, എന്താണ് സിലബസ് സ്ട്രക്ചർ, പാറ്റേൺസ്, എങ്ങനെയാണ് എക്സാം, എങ്ങനെയാണ് നിയമം, എങ്ങനെയാണ് റിസർവേഷൻ കിട്ടുന്നത്, ഏജ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളതെല്ലാം ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള വീഡിയോസ് സെപ്പറേറ്റ് വരുന്നുണ്ട്. അതിൽ ആ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയും. ഓക്കെ, ഇവിടെ വിളിച്ചിരിക്കുന്ന ഒരുപാട് നോൺ ടീച്ചിങ് പോസ്റ്റ്, അതായത് നിങ്ങൾ കെമിസ്ട്രി PG ഉള്ളവരാണോ, ബയോളജി PG ഉള്ളവരാണോ, ഫിസിക്സ് PG ഉള്ളവരാണോ, മറ്റ് അതർ സബ്ജക്റ്റുകളിലൊക്കെ ഫോറൻസിക് സയൻസ് ഒക്കെ PG ഉള്ളവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പോസ്റ്റുകൾ, ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബയോളജി, ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബാലിസ്റ്റിക്സ്, ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി, ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ്, അങ്ങനെ ഫോട്ടോ, സൈബർ ഫോറൻസിക്, അതുപോലെ തന്നെ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചു തരാം. ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് മൊബൈൽ, ഫിസിക്സ്, ഹിന്ദി, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. എല്ലാം കൂടി 1979 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ CGL-ലും അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് എഴുതുന്നേക്കാൾ എത്രയോ നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന എക്സാമുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മെയിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉള്ളവർക്ക്, അതായത് MSc ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഒരുപാട് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ IT, ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചവർക്ക് IT 125 പോസ്റ്റൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാം വിളിച്ചിട്ടുണ്ട്. അത് കൂടാതെ വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടീച്ചിങ് വേക്കൻസിയുടെ പ്രധാനപ്പെട്ട 2 പോസ്റ്റുകളെന്ന് പറയുന്നത്, ടീച്ചിങ് വേക്കൻസികൾ പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് 675 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ ബാക്കിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ പറയാം, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്യുന്നവർക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെയോ നവോദയ വിദ്യാലയത്തിൻ്റെയോ ഒന്നും ക്വാളിഫിക്കേഷൻ അല്ല, EMRSൻ്റെ ക്വാളിഫിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് BTech അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അത് മതി. BEdോ CTEറ്റോ CATറ്റോ നെറ്റോ സെറ്റോ ഒന്നും തന്നെ വേണ്ട. ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നോ BEd, നോ CTEറ്റ്, ഇതൊന്നും വേണ്ട. ഓക്കെ, ഇതൊന്നും വേണ്ട. നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ, BTech ആണോ, MTech ആണോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചവരാണോ, അവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വിളിച്ചിരിക്കുന്ന പോസ്റ്റാണ് ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ, സയൻസ് പഠിച്ചവർക്കുള്ളത്. ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ അത് 129 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ, 161 പോസ്റ്റ്. അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ചവർക്ക്, ഡഫ്, ഡംബ് അങ്ങനെയൊക്കെ ഉള്ള കോഴ്സൊക്കെ പഠിക്കത്തില്ലേ, അത് പഠിച്ചവർക്കുള്ള പോസ്റ്റ് 163. അതുപോലെ തന്നെ അതിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് പ്രൈമറി ടീച്ചറിൻ്റെ പോസ്റ്റിൽ 450 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. 450. അങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൈമറി ടീച്ചറിൻ്റെ പഠിച്ചിട്ടുള്ളവർക്ക് 450 പോസ്റ്റ്. അങ്ങനെ മൊത്തത്തിൽ 1400ഓളം പോസ്റ്റുകൾ ടീച്ചിങ് മേഖലയിലും ബാക്കിയെല്ലാം കൂടെ ചേർത്ത് 1979 പോസ്റ്റുകളാണ് ഈ DSSB 2026 നോട്ടിഫിക്കേഷൻസ് വിളിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിന് യോഗ്യത ആയിട്ടുള്ളവർ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ വെറുതെ DSSBയുടെ സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. സിമ്പിളായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് ടീച്ചിങ് പോസ്റ്റുകളിലും നോൺ ടീച്ചിങ് പോസ്റ്റിലെ വീഡിയോസ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് 15/7/2026 ആണ്.
ഓക്കെ, നിങ്ങൾക്ക് ഓരോന്നും ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ഡീറ്റെയിൽസ്, അതായത് ടീച്ചിങ് പോസ്റ്റിൻ്റെയും കുറച്ച് നോൺ ടീച്ചിങ് പോസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഫീ എന്ന് പറയുന്നത് ഫീസ് എന്ന് പറയുന്നത് 100 രൂപയേ ഉള്ളൂ. ഓക്കെ, അത് വുമൻസിന്, SC-ക്ക്, ST-ക്ക്, PWBD ദിവ്യാംഗരൻ എന്ന് പറയുന്നത് അവർക്കൊന്നും ഫീ ഇല്ല, നോ ഫീ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ യോഗ്യരായവരൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ബാക്കി ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കൂടാതെ ഞാൻ പറഞ്ഞ നേരത്തെയുള്ള ലോങ് ടേം ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിച്ച് 50% ഓഫറോട് കൂടി അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. ഓക്കെ, ക്ലാസ്സുകളൊന്നും റെഗുലർ സ്റ്റാർട്ടായിട്ടില്ല, ഓറിയൻറ്റേഷൻസ് നടക്കുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.